നമസ്കാരം. ലോകം കണ്ട ഏറ്റവും വലിയ കൊമേഡിയൻ ആരാന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, ചാർലി ചാപ്ലിൻ. ഈ ചാർലി ചാപ്ലിന് ഒരാഭരണമുണ്ട്. അത് എവിടെയാന്നല്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ ചാപ്ലിൻ ശശി അഥവാ ശശിധരൻ മട്ടന്നൂർ. ശശിയേട്ടാ, കൂമ്പാള മീഡിയയിലേക്ക് സ്വാഗതം. വളരെ വളരെ സന്തോഷം ബിജുട്ടാ. അപ്പോ നമ്മളെ ഇന്നത്തെ അതിഥി ശശിയേട്ടനാണ്. ശശിയേട്ടനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കണ്ണൂർ കഫേന്റെ മുഖമുദ്രയായിട്ട് ഇങ്ങനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും പിന്നെ സിനിമയിലെ കൂടി ഇപ്പൊ 5-8 സിനിമയായി, സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് പിന്നെ അതിന്റെ വിശേഷമുള്ള ശശിയേട്ടൻ പറയും. അപ്പൊ ശശിയേട്ടാ, നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? ഇപ്പൊ കൂമ്പാള മീഡിയ നല്ല ഹൈ പോകണ്ടല്ലോ. വളരെ സന്തോഷം. അത്യാവശ്യമായിട്ട് നല്ല ആൾക്കാർ പറയുന്നുണ്ട്. അത് മാത്രല്ല വേറെ ചെലവൊന്നുമില്ലല്ലോ, എല്ലാ അമ്മയും ഭാര്യയും പറയുന്നില്ല, മൊബൈല് പിടിച്ച് നടക്കുകയുണ്ട്. അതെ. പിന്നെ ഇതിപ്പോ നമ്മള് പുറത്ത് പോയിക്കഴിഞ്ഞാൽ കണ്ണൂർ കഫയാണ്, കൂമ്പാള എവിടെയാണ്. ഞാൻ എന്നോട് കുറെ ആൾക്കാർ നീ കണ്ണൂർ കഫേ തെറ്റിയാണെന്ന് ചോദിക്കും. അല്ല, അത് ഞാൻ ഇന്നലെ ഷൂട്ടിങ്ങിന് പോയടുത്ത് നിങ്ങളുടെ കൂമ്പാള മീഡിയനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ സ്വന്തം ആൾക്കാരാന്ന്, നമ്മളെ സഹോദര സ്ഥാപനം. സഹോദര സ്ഥാപനം. എന്നോട് കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്, നീ കണ്ണൂർ കഫേ തെറ്റി, അങ്ങനെ തെറ്റാൻ പാടില്ല, നല്ല ടീമല്ല, അങ്ങനെ പുറത്തു പോറ്. ഞാൻ പറഞ്ഞു ഇത് വേറെ അങ്ങനെ തുടങ്ങിയതാണ്. എന്തായാലും രണ്ടും തമ്മിലൊരു നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം ബന്ധമുണ്ട്, കാണികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, അല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട്. അല്ല, നിങ്ങൾ അതെങ്ങനെയാ ഇറക്കുന്നത്? ആഴ്ചക്കാ 2 പ്രാവശ്യം? ആഴ്ചയില് 2 പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യമായിട്ട്. നമ്മുടെ കണ്ണൂർ കഫേ അറിയാലോ, പിന്നെ ചൊവ്വയും വെള്ളി റീല് അത്യാവശ്യം പിന്നെ വീഡിയോസ് വരും, അങ്ങനെയാണ്. ഇതായിരുന്നു. അപ്പൊ ശശിയേട്ടാ, നിങ്ങൾ ഈ കലാപരിപാടി, ഈ കലാപ്രവർത്തനത്തിലേക്ക് എപ്പാ വന്നിനി? അത് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോ ആദ്യമായിട്ടൊരു നാടകത്തിലിരിക്കുന്നു. നിങ്ങൾ സ്കൂളിലും പോയിനി? അതെന്താ വേഷം നിൽക്കുന്നോട്? അതൊന്നും വേഷമല്ല, ഒരു ചെറിയ പെൺകുട്ടീന്റെ വേഷം, പാവാടിട്ടിട്ട്. നിങ്ങളാ? എനക്ക് തന്നെ നാണാണ്. പിന്നെ കാണുന്നവർക്ക് അതിലും വലിയ നാണായിരിക്കൂലേ? അത് പറയണ അല്ലേ? പിന്നെ അതിലും ഭയങ്കര കോമഡി എന്ന് വെച്ചാൽ, പണ്ട് മട്ടന്നൂർ ഹൈസ്കൂളില് അല്ലേ ആരോ വരുന്നുണ്ട്, പണ്ടാരപ്പ പിരിവിനായിരിക്കൂ ഞായറാഴ്ച എപ്പം. അല്ല, മോട്ടോർ സൈക്കിൾ രാമാട്ടനും എന്റെ അമ്മയും. എടാ അത് ശരിയാ. അല്ല, അമ്മ എങ്ങനെ രാമാണ്ടപുരത്തിന് എപ്പോ അമ്പർ പോരുന്നത്? ഇത് അടക്കലൂർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ രാമാട്ട, കൂമ്പാള മീഡിയക്ക് വേണ്ടിട്ട് ശശിയേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നെയാണ്. അപ്പൊ നിങ്ങളിപ്പം വന്നതിന് ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി ഇന്റർവ്യൂ ചെയ്യേണ്ട കടമ നിങ്ങളെയാണ്. അല്ല, നിങ്ങൾ ശരിക്കും ഒത്തുകളിയാ അല്ലേ? എന്നോട് പറഞ്ഞ് ഇന്ന് ശശിയേട്ടന്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ട്. പാർട്ടി ഇതാണ്. അപ്പൊ ഇനി കൂമ്പാള എവിടെ ഇന്റർവ്യൂ തുടങ്ങിക്കൂടുന്നാല് ഓക്കെ അല്ലേ? ഏതായാലും വന്ന കാലം നിൽക്കല്ല, ഇരിക്കപ്പോ. അല്ലപ്പ ഇതെടുത്ത് വരുന്ന രണ്ടാളൂ. ഞാനിവരെ വീട്ടിൽ പോയതാ. എന്തായാലും പറഞ്ഞു ഇവിടെ എന്തല്ലോ പരിപാടി ഉണ്ട്. രാമൻ എന്റെ വീട്ടിൽ വന്നു, അമ്മക്ക് ഇങ്ങനെ ശശിയേട്ടന്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ട്, പോവാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിയാ എല്ലാം കൂടി അങ്ങനെയായാ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു ഞായറാഴ്ച ഇവിടുന്ന് ഒപ്പിക്കാലോ, അതായിരിക്കൂല്ലേ മൊത്തം ചെലവില്ല. അല്ല, ഇവിടുന്ന് ശരിക്കും പരിപാടി നടക്കുന്നത് ഒന്നുമില്ല. ഇവനെന്തെങ്കിലും രാവിലെ കാണാൻ ഇങ്ങോട്ട് വരുന്നത് ക്യാമറയിലായിട്ട്. നിങ്ങളെ വിശേഷം ചോദിക്കാ? എന്ത് വിശേഷം? ഞാൻ എന്റെ പെണ്ണുകൾ അങ്ങാറ്റാ വിശേഷം. നിങ്ങളെ എന്ത് വിശേഷം നിങ്ങൾക്ക് അറിയാത്തത്? ഇവന് വേറെ പണിയൊന്നുമില്ല. ഇവൻ കൂമ്പാള മീഡിയക്ക് വേണ്ടിട്ട് എന്തോ ചെയ്യണം എന്നൊക്കെ എന്താ കൂടുതൽ സ്ഥലം പറഞ്ഞു. വേറെ ഉള്ളതെല്ലാം നിലവിലുള്ളതെല്ലാം ജനങ്ങൾക്ക് അറിയാം. ഇനി പുതിയ എന്തെങ്കിലും ഉണ്ടാക്കി പറയേണ്ടി വരും. എന്തെന്നാ ഉണ്ടാക്കുരാമാ? ഇല്ല, നിങ്ങളെ പണ്ടത്തെ നിങ്ങൾക്ക് മറ്റേ ചാപ്ലിന്റെ പേര് അതെനിക്ക് ചാപ്ലിന്റെ വേഷം കിട്ടിയിരുന്നേ. അങ്ങനെ വേഷം കിട്ടാനുള്ള കാരണം എന്നാ? നിങ്ങളെ രൂപത്തില് ചാപ്ലിനെ കണ്ടു. ആ ഒരു തിരിച്ചറിവ് ആദ്യം ആയിരിക്കും ഉണ്ടായേ? അത് സലീം മുഹമ്മദ്, നമ്മുടെ സംവിധായകൻ സലീം മുഹമ്മദ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഭയങ്കര കമ്പനിയാണല്ലേ? ആയിരുന്നു. ഇപ്പോൾ പിന്നെ പുള്ളി എറണാകുളം, നമ്മള് നാട്ടിലോ. അങ്ങനെ പോകുന്നു. അങ്ങനെ ആ ചാപ്ലിന്റെ നല്ല രസമുണ്ടോ കാണാനല്ലേ? എത്ര സ്റ്റേജില്? നിങ്ങൾ ഒരുപാട് സ്റ്റേജില്? ഒരുപാട് സ്റ്റേജിൽ നിന്ന് മാത്രല്ല, ഇതുകൊണ്ട് വിദേശത്തൊക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. ആഫ്രിക്കയില്, UAE കംപ്ലീറ്റ്, ഗൾഫ് രാജ്യങ്ങളില്, പിന്നെ ഇന്ത്യക്ക് അകത്ത് തന്നെ ഒരു സ്റ്റേറ്റുകളൊക്കെ പോയിട്ടുണ്ട്. അത് ഏതാണ്ട് അതിന്റെ ഒരു സുവർണകാലം എന്ന് പറയുന്നത് ഏത് കാലത്തായിരുന്നു? ഏത് വർഷം? അത് 85 അങ്ങനെ തോന്നുന്നുണ്ട്. 85 മുതൽ
കുറെ വർഷമായി 10-48 വർഷമായി ഈ ഫീൽഡിൽ. മട്ടന്നൂർ പ്രദേശത്തെ പ്രമുഖന്മാരെല്ലാം അണിനിരന്ന ഒരു ചാപ്ലിൻസ് ഇന്ത്യ അല്ലെ? ചാപ്ലിൻസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു കാലഘട്ടം. ഒരുപാട് ഇതിനോടുള്ള അടങ്ങാത്ത ഒരു ക്രേസാണ് എനിക്ക്. അതുകൊണ്ട് മാത്രം അതിന് പുറമെ എനിക്ക് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, മട്ടന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ. അപ്പൊ രാമേട്ടാ, ഇപ്പം കണ്ണൂർ കഫേ ഫെയിം എന്ന് അറിയപ്പെടുന്നു. ചാപ്ലിൻ ശശി പോയിട്ട് കണ്ണൂർ കഫേ ഫെയിം. അപ്പൊ കഫേന്റെ കാര്യം പറയും. കഫേലൊക്കെ എത്തി, നിങ്ങള് മൂന്നാളും കഫേ താരങ്ങളാണല്ലോ. ഇപ്പോഴറിയപ്പെടുന്നത് എവിടെ പോയാലും കണ്ണൂർ കഫേ എന്നുള്ള ഇതിലാന്ന് അറിയപ്പെടുന്നത്. ഞാനിപ്പം ടൗണില് പോകുന്ന ആൾക്കാരും അറിഞ്ഞൂടാ. പക്ഷെ എന്നോട് എന്തെല്ലാം ഇപ്പം പരിപാടിയില്ല, ഇപ്പം പരിപാടിയില്ല അല്ല അതിന് ഇന്നലെ വരെ ചോദിച്ചു. അല്ല അതിന് ടൗണിൽ പോണ്ടെന്ന് വെച്ചാ പറയാ, ആസ്പത്രിയെല്ലാം പോണ്ടേ? അങ്ങനെ പോന്ന മറ്റു വെറുതെ പോക്കില്ല. അത് തന്നെ. അതിനിടയില് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ കൂടി നീക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു അവസരത്തില്. കാരണം കണ്ണൂർ കഫേയില് ശശിയേട്ടനും ലീലേച്ചിയും ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളൊരു ധാരണയാണ് ഒരുപാട് ആളുകൾ പാടുന്നത്. പല ആൾക്കാർ എന്നോടും ചോദിക്കാറുണ്ട്. അപ്പോ യഥാർത്ഥത്തില് നിങ്ങളെ ഭാര്യനെ ഒന്ന് നമ്മളെ ആളുകള്, നമ്മളെ കാഴ്ചക്കാര്, നമ്മളെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകള് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് നിങ്ങളെ ഭാര്യനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് ആണ്. കാരണം ലീലേച്ചി അല്ല യഥാർത്ഥ ഭാര്യ ആരാണെന്ന് അറിയണല്ലോ. അല്ല ഊളന്തോ അടുക്കളയിൽ കാര്യമായ ജോലി ലേ എന്ത് ലേന്ന് ലതാന്ന പേര്, ഞാൻ ലേന്നാ വിളിക്കുക. അപ്പോ നിങ്ങളെന്നാ വിളിക്കുക? എന്നെ ഷാന്ന് വിളിക്കുക. രണ്ടും കൂടി ലേശോ ലേശം. ലേശം വരൂ. ഇതാണ് എന്റെ യഥാർത്ഥ ഭാര്യ. പലരും തെറ്റിദ്ധരിച്ച് ആ ഒരു തെറ്റിദ്ധാരണ ഇതോടുകൂടി മാറും. മാറും. ഒരു അറിഞ്ഞൂടാതാളും ചോദിക്കല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയാന്നോ ചോദിക്കലുണ്ട്. അല്ല ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്? എന്നോടല്ല, ചേട്ടനോട് ചോദിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോ എന്തെങ്കിലും തോന്നിയാ? എന്ത് തോന്നാനപ്പാ. ഞാൻ ചോദിച്ചിട്ടില്ല എന്റെ ചേട്ടനോട് ഭാര്യക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുമെന്ന്. ഓർമ്മയുണ്ടാ? വേറെ ആളും ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ നല്ല സൗകര്യത്തിൽ ഇങ്ങനെ പോകുന്ന. ശശിയേട്ടൻ അല്ല പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ ഭാര്യനെ അമ്പലത്തിൽ കണ്ടിരുന്നത്. അപ്പൊ നിങ്ങളോട് വന്നിട്ട് ചോദിക്കുവാ എന്തേ അമ്പലത്തിൽ പോയിനൊന്ന്? നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എപ്പോഴും അമ്പലത്തിൽ പോന്നെയാന്ന്. ശശിയേട്ടൻ കല്യാണം കഴിക്കുന്ന കാലത്ത് സജീവമായിട്ട് സ്റ്റേജിൽ തന്നെ? സ്റ്റേജിലുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഒരു ട്യൂട്ടോറിയൽ മാഷായിരുന്നു. അങ്ങനെ ഇവിടെ വീട് ഇവിടെ പേരാവൂരാണ്. പേരാവൂർ തുണ്ടിയില്. അച്ഛനവിടെ ഹെഡ് മാഷായിരുന്നു. അമ്മ പേരാവൂർ ന്യൂ യു പി ടീച്ചറായിരുന്നു. അവിടെ പഠിച്ചിരുന്നു ലീലേച്ചി. വീട് അവിടെ പഠിച്ചിരുന്നോ? ഇപ്പൊ എന്നോട് ചോദിക്കുമ്പല്ലേ പണ്ടത്തെ കിസ്സ പറയാൻ നമ്മളുണ്ട് അങ്ങനെ കാണുന്നത്. അമ്മ ആടെയായിരുന്നു, ടീച്ചറായിരുന്നു. പഠിച്ചിട്ടുണ്ടോ? അന്നേരം പറഞ്ഞ മുരിങ്ങോടിയല്ലേ വീട്. അല്ല ശശിയേട്ടൻ എന്തെങ്കിലും ആവശ്യാർത്ഥം ഈ മുരിങ്ങോടി ആ ഭാഗത്ത് മുമ്പേ പോയിട്ടുണ്ടായിരുന്നോ? ഇതുവരെ പോയിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ട് അങ്ങനെ അല്ല. അത് നമ്മളെ ഇതില് ചിറ്റമ്മ എന്ന് പറയും. അതായത് അമ്മേന്റെ അനിയത്തി, അതായത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അമ്മയില്ലേ, അവരാന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട്. അത് തന്നെ. അങ്ങനെ പോയിട്ട് കണ്ടു. ശശിയേട്ടൻ എങ്ങനെ കണ്ണൂർ കഫേയിലേക്ക് എത്തുന്നത്? എങ്ങനെ അത് എത്തുന്നത്, ഞാൻ ഇതിന്റെ സംവിധായകൻ ഷീത്ത് കല്യാടൻ, പിന്നെ തരുൺ സുധാറുണ്ടല്ലോ, അവര് മുൻപ് ലാവ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് എന്നെ വിളിച്ചിരുന്നു. അതില് അഭിനയിച്ചു. അങ്ങനെയാണ് ഷീത്തുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു ക്ഷണക്കത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു നുറുങ്ങ് സാധനം ചെയ്തത്. അതിനുശേഷമാണ് കണ്ണൂർ കഫേ എന്നുള്ള ഇതില് ഓരോ റീൽസ് ചെയ്യാൻ തുടങ്ങിയത്. കണ്ണൂർ കഫേയിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റം, ഏറ്റവും ഗുണകരമായ ഒരു മാറ്റം ഉണ്ടായത് എനിക്കൊന്ന് ശശിയേട്ടനാണ്. എനിക്ക് എനിക്ക് അതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, എവിടെ പോയാലും നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതായത് ഇതിന്റെ പ്രത്യേകത, ഈ KRF തന്നെ എനിക്ക് ഇപ്പോൾ ഞാനൊരു 5-8ഓളം പടങ്ങൾ ചെയ്തു. വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം, പിന്നെ മറ്റുള്ള പേരെന്താ, അർജുൻ അശോകന്റെ കൂടെ മറ്റേ അൺബോർഡ് കൺമണി,
ധ്യാനിന്റെ കൂടെ വള, പിന്നെ എന്താ വാഹിദിന്റെ വർക്ക് ചെയ്തു, കമോണ്ട്ര രാജേഷ് എന്ന് പറഞ്ഞിട്ട് സന്തോഷ് കീഴാറ്റൂർ ചെയ്തു. അങ്ങനെ ഇപ്പൊ 2 പടം വേറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ജനുവരി 2nd വീക്കിലും ഫെബ്രുവരിയിലേക്ക് തുടങ്ങും. അതൊക്കെ ഈ ഒറ്റ കണ്ണൂർ കഫേ കൊണ്ടുള്ള നേട്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ 2 മക്കളുടെ കൂടെയും നിങ്ങൾ സിനിമ ചെയ്തു. ശ്രീനിവാസൻ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചാന്ന് തോന്നുന്നു. അല്ല ഒന്നിച്ചത്, അത് ഏട്ടനോടെയാണ് പഠിച്ചത്. നമ്മൾ ഒന്നിച്ച് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒന്നിച്ച് മോണോ ആക്ട് കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലന്ന് അമ്മ ഉള്ള സമയത്തൊക്കെ അധികവും ഉണ്ടാവും വീട്ടില് ശ്രീനിവാസനാ വരാറ്. നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. അതെല്ലാം ഏട്ടൻ മുഖേനയുള്ള ബന്ധങ്ങളാണ്. അതായത് മലയാള സിനിമയിൽ അങ്ങനെ സത്യം പറയാൻ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. അങ്ങനത്തെ ഒരാളില്ല, ഇത്തിരി കഴിവുകളുള്ള എല്ലാ മേഖലയിലും അല്ലെ? എല്ലാ മേഖലകളിലും. അതായത് അയാളെ സിനിമ എന്ന് വെച്ചാൽ ആ സിനിമയിലുള്ള ഓരോ കണ്ടന്റും പിന്നെ കൽപ്പാന്ത കാലത്തോളം നിൽക്കും. ആ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചാർലി ചാപ്ലിന്റെ പടം മാതിരിയാണ്. ചാർലി ചാപ്ലിന്റെ പടം എവർഗ്രീൻ ആണ്. ഇപ്പം മോഡേൺ ടൈംസ് ഒക്കെ ഒരുപാട് പടങ്ങൾ ഉണ്ടായുള്ളത്. അതേമാതിരിയാണ് ഇയാളെ ഈ സിനിമകളൊക്കെ. ശ്രീനിവാസന്റെ ഈച്ച് ആൻഡ് എവറി സിനിമ. മലയാള സിനിമയിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ശ്രീനിവാസൻ സഞ്ചരിച്ച വഴിയിൽ മറ്റൊരാൾ സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഗ്രാമീണ പശ്ചാത്തലത്ത് നിന്നിട്ട് എത്രയെത്ര കാര്യങ്ങളാ പറഞ്ഞത്. അതെ. പിന്നെ അവര് നല്ലൊരു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, അവര് നല്ല കൂട്ടുകെട്ടാ. ഇയാള് സത്യനന്ദിക്കാട്, പ്രിയദർശൻ, മോഹൻലാല്, ശ്രീനിവാസൻ. അത് നമ്മുടെ കണ്ണൂർ കഫേ മാതിരി അവര് നല്ലൊരു ബന്ധാണ്. മോഹൻലാലും ദാസനും വിജയനും ശരിക്കും മലയാള സിനിമക്ക് ഒരു വലിയ നഷ്ടം തന്നെയാ, ഭയങ്കര നഷ്ടം. മലയാള സിനിമക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് നമുക്ക് എന്നെന്നും പറഞ്ഞ് അഭിമാനിക്കാനുള്ള ഒരാളായിരുന്നു. എന്താ ചെയ്യാ, ഓരോ യോഗം. പിന്നെ ലീലേച്ചിന് മുമ്പേ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ കഫേയിൽ വരുന്നതിന് മുമ്പേ ഈ കൂമ്പാളി അല്ലാതെ വേറെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനങ്ങനെ ഒന്നുമില്ല. സ്കൂൾ പഠിക്കുന്ന കാലത്തോ? അങ്ങനെ പഠിക്കുന്ന കാലത്ത് ഡാൻസിനും അങ്ങനെ ഇതെല്ലാം കളിച്ചല്ലാണ്ട് നാടകവും അങ്ങനെയൊന്നുമില്ല. അമ്മേ ഡാൻസിനാ? ഡാൻസിനും 6 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ 6 പഠിച്ചിട്ട് 3 ചെയ്തിന് 4 എല്ലാം ഡാൻസിന്. 6 പഠിപ്പ് നിർത്തി തന്നായി അല്ലേ? 6 തോറ്റു. ഞാൻ പോയിട്ടില്ല. തോപ്പിച്ചവരോടുള്ള വാശി. ടിവിയിലെങ്ങാനും എന്തോ പരിപാടിക്ക് അത് നമ്മൾ ഇടുന്നല്ലേ പോയിന്. അല്ല, ഉടമ്പണത്തില്. ഉടൻപണം അവർക്ക് കൊടുക്കേണ്ടി വന്നു. അത് ചെറുങ്ങനെ കിട്ടീനി. തോറ്റിട്ട്. പക്ഷെ എന്നാൽ അതൊരു അനുഭവം മാത്രമേ. ലീനച്ചിന്റെ ഫസ്റ്റ് കാലവെപ്പത് ഞാൻ കണ്ടിരുന്ന പരിപാടി. ഇന്നത്തെ അവസരം കിടക്കുന്നു. 4500 അങ്ങനെ കിട്ടീനി. എന്റെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വെപ്രാളം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. അവര് ചോദിക്കുമ്പോ ഞാൻ അറിയുന്നത് തെറ്റിപ്പോയി. എന്റെ പേര് ഒരു വയസ്സായൊരു രാഘവൻ എന്ന് പറഞ്ഞ ഒരാളെ. പിന്നെ ചെറുപ്പക്കാരത്തി ആയതുകൊണ്ട് മറ്റേത് വയസ്സായ ആള്. അല്ല, നീ പണ്ട് ഡാൻസ് കണ്ടിട്ടല്ല? പാട്ട് പാടുന്ന നമ്മള് പ്രസംഗം അങ്ങനെ ഒരു അച്ഛൻ മാഷായിട്ട് നമ്മളെല്ലാം എല്ലാ പരിപാടിക്കും പ്രസംഗത്തിൽ നിർത്താം. 7ാം ക്ലാസ് വരെ നിർത്തും. പിന്നെ 8ലായ അച്ഛൻ പിന്നെ പ്രസംഗത്തിന് വിളിച്ച് പിന്നെ അതായത് അധിക പ്രസംഗമായി. ആ പ്രസംഗം പിന്നെ നിങ്ങൾ എത്തി. അത് നിർബന്ധമായിട്ട് പിടിച്ച് നിർത്തും. നമ്മളെ മക്കളെ എല്ലാരും 5 മക്കളാണ്. മാഷായതുകൊണ്ട് നിർബന്ധം നമ്മൾ പ്രസംഗത്തിന് ഓരോ പരിപാടിക്കും നിൽക്കണം എന്നല്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. വേറെ സ്കൂളേനു. അച്ഛൻ തൊണ്ടി യു പി സ്കൂൾ. അമ്മയായിരുന്നു പേരാ. അവിടെ നിങ്ങൾ പഠിച്ചു അടുത്തറ പേരാണ്. ഈ കണ്ണൂർ കഫേയില് നേരത്തെ ശശിയേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു ടീം സെറ്റപ്പ് ഭയങ്കര. എല്ലാവരും ഒരു കുടുംബം പോലെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോ ഇവര് തമ്മില് ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞ പോലെ വേറൊരു അനുഭവം പറഞ്ഞു ബിജൂട്ടൻ. ടൗണിൽ നിന്ന് ഒരാൾ കണ്ടപ്പോ ബിജൂട്ടനോട് പറഞ്ഞു പോലും, അമ്മേനെ അടക്ക് ടൗണിലെല്ലാം കാണലുണ്ട്, അച്ഛനിപ്പം വരത്തില്ലേന്ന്. ബിജൂട്ടന്റെ അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായി? 86 മരിച്ചാണ്. പക്ഷെ ബിജൂട്ടൻ ഇപ്പൊ ഒരു അച്ഛനെ തിരിച്ചു കിട്ടി. ടൗണിൽ അച്ഛൻ വരത്തില്ലേന്ന് ശശിയേട്ടനെ കൊണ്ടാ ചോദിക്കുന്നത്. അല്ല, അതേമാതിരി തന്നെ ഉള്ള കോമ്പിനേഷൻ ആണ് നമ്മുടെ ടീമില് നീയും രാമനും നിഷിയുമായിട്ട്. അത് കോമ്പിനേഷൻ പറയുന്നുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോഴും നമ്മൾ ഇറങ്ങിയത് സതീശനും ആമ്പിലായിട്ടുള്ള ആ കുട്ടി, എന്താ അവളുടെ പേര്, എന്തോ പേര് എനിക്ക് ഓർമ്മയില്ല. ശ്രുതി. നല്ല കോമ്പിനേഷൻ ആണ്. ആമ്പിലായിട്ടുള്ള ശ്രുതി.
ഇങ്ങനെ ഓരോരോ ജോഡി ഇനിയിപ്പോ ജോഡി. ബിജൂട്ടൻ രാജശ്രീയും ബിജൂട്ടനും ഇല്ലായിരുന്നോ? അതുണ്ട് അങ്ങനെ ഒരു ജോഡി ഉണ്ട്. ആ, ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ജോഡി ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ശശിയേട്ടന് ലീലേച്ചി, ഏതായാലും ഇത് കേൾക്കണ്ട. നിതുവിനറിയാ. ശശിയേട്ടൻ നാട്ടിൽ തന്നെ നല്ലോണം കിട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെ കിട്ടലുണ്ടെന്ന് അംഗീകാരം ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അംഗീകാരം ശശിയേട്ടന് നാട്ടിൽ നിന്ന് നല്ലോണം കിട്ടുമെന്ന് പറഞ്ഞ ഏത് തരത്തിലുള്ള അംഗീകാരം ഓ, അങ്ങനെ ആ. അത് കുറെ കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. കോളേജ് പഠിക്കുമ്പോഴേ ഉണ്ട്. അന്നേരം കിട്ടൽ തുടങ്ങി. ഓ, കോളേജ് പഠിക്കുമ്പോഴേ തുടർച്ചയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇല്ല, മോണാക്ടില് 3 കൊല്ലം തുടർച്ചയായിട്ട് ഫസ്റ്റ് എനിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന തലത്തില് മോണോ ആക്ടില് എനിക്ക് 1-2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവിടെ. ഒരു പ്രയോജനവും ഇല്ല ഇതിനെ കൊണ്ട്. അതേ സമയത്ത് സ്പോർട്സിലാണെങ്കിൽ എന്തെങ്കിലും ജോലിയും കിട്ടും. ഇതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയത് 2022 കലാഭവമണി അവാർഡ്. അത് സമഗ്ര സംഭാവന, മിമിക്രിക്കുള്ള സമഗ്ര സംഭാവന. പിന്നെ അത് സാമ്പത്തികം ഉണ്ട്. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് മറ്റേ ചാലക്കുടി വെച്ചിട്ട്, പിന്നെ കോഴിക്കോട് വെച്ചിട്ടും കിട്ടിയിട്ടുണ്ട് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. നാട്ടിൽ നിന്ന് മാത്രല്ല പുറത്തുനിന്നും കിട്ടലുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് പോലുള്ളൂ. നാട്ടിൽ നിന്നും കിട്ടലുണ്ട്, പുറത്തുനിന്നും കിട്ടലുണ്ട്. ഇനി എത്ര കിട്ടാൻ കിടക്കുന്നത്? എനിയുടെ കിട്ടിയതെല്ലാം കൊണ്ടാക്കുക അകന്നറിഞ്ഞു. അതെ, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഏത് പ്രായത്തില് ശരിക്കും 50 കൊല്ലായില്ലേ? 48-49 കൊല്ലായി. നമുക്ക് കലാരംഗത്തെ ശശിയേട്ടന്റെ ജീവിതത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചാലോ? ഒരു കൊല്ലം കൂടിയല്ലേ വേണ്ടു? ഒരു കൊല്ലം കൂടി ഉണ്ട്. കണ്ണൂർ കഫേന്റെ ഇതിൽ ഒരു വലിയ രീതിയിൽ ഒരു ആഘോഷം തന്നെ നടത്തി കളയാം. അതെ. എത്ര ആളുകളെ സന്തോഷിപ്പിച്ച്. അല്ല, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ അനുഭവിച്ചത് എന്താ വെച്ചാല്, ഒരു പടി ആൾക്കാരുമായിട്ട് ബന്ധങ്ങള്. നമ്മുടെ അടുത്ത് സാമ്പത്തികമൊന്നും ഇല്ല. ഞാൻ പറയും, ഒരുപടി സ്ഥലത്തും എന്താ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് പരിചയക്കാരുണ്ടാവും. എനിക്ക് ഇപ്പോൾ കേരളത്തിൽ എവിടെ പോകണ്ടെങ്കിലും എനിക്ക് എൻ്റെ മൊബൈൽ മാത്രം മതി. ആ മൊബൈലിൽ നിന്ന് വിളിച്ചാൽ മതി. ഏത് ജില്ലയിൽ പോയാലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ മോഹിനിയാട്ടം. ആ മോഹിനിയാട്ടത്തിൽ പോയിട്ട് പുതിയത് എനിക്കൊരു 10-50 ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാവർക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടം, എസ്പെഷ്യലി ഈ കണ്ണൂർ കഫേ കാണുന്നുണ്ട്. ആ ഒരു ബന്ധം ഭയങ്കരമാണ്. പഠിക്കുന്ന കാലത്ത് നിങ്ങള് സ്റ്റേജിലെല്ലാം വലിയ ആളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുട്ടികളോടൊരു ആരാധന മൂത്ത ആളുകളും ഉണ്ടാവുമല്ലോ. പ്രണയം ഉണ്ടായിരുന്നു നിങ്ങൾ പഠിക്കുന്ന? വൃത്തിയായിട്ട സംഭവം പോലെയല്ല. അത് സ്വകാര്യമായിട്ട് ചോദിക്കുന്നല്ലാണ്ട് ഇവിടെ പെണ്ണുങ്ങളെ അതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ 70ാമത്തെ വയസ്സിൽ അറിഞ്ഞിട്ടെന്നാ. അതെ, അറിഞ്ഞിട്ടെന്നാ വേണ്ടേ? അതിനപ്പൊ എന്റെ വയസ്സെല്ലാം പറയുന്നത് 70 ആയിട്ടില്ല, കുറച്ച് ഒരു 70 അത്രേ. അതെ. എന്നാലും വയസ്സുകാലത്ത് അടിയാക്കാൻ കിട്ടുന്ന ഒരു അവസരല്ലേ? പഠിക്കുമ്പോ ഒരു പ്രേരണം തോന്നിയിട്ടുണ്ടാവുപ്പാ. അത് മനസ്സിലാകുമ്പോ എന്തൊക്കെ ഉണ്ടാവും. അതെല്ലാം മനുഷ്യ സഹജമാണ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആശുപത്രി വരേണ്ടി വരുമോ കാണാൻ? പറഞ്ഞൂടാ. ഇല്ലാണ്ടില്ല അല്ലേ ചേട്ടാ? കോളേജ് പഠിക്കുമ്പോക്കെ നമ്മുടെ പരിപാടി കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് നമ്മളോട് സ്നേഹമാണ്. ലെക്ചേഴ്സിന്, ടീച്ചേഴ്സിന്. അതൊന്നും ഒരു പ്രണയം എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക്. വളരെ ശ്രദ്ധിച്ചിട്ടാ പറയുന്നത്. അതല്ല, വീണ് പോകാതിരിക്കാൻ വളരെ ഒരുപാടുണ്ട്. ഇതേ ഉള്ളു. അതാ ഞാൻ പറഞ്ഞത്, നമുക്കുള്ള ഫ്രണ്ട്ഷിപ്പ്, ബന്ധങ്ങള് അതെല്ലാവർക്കും ഒന്നും കിട്ടില്ല. ഇപ്പൊ മട്ടന്നൂർ ടൗണിൽ പോയാൽ തന്നെ ഏത് ഞാൻ പിന്നെന്ന് വെച്ചാൽ എല്ലാവരോടും വർത്തമാനം പറഞ്ഞിട്ടാ പോവാ. അപ്പൊ എനിക്കിവിടെ വണ്ടി ഉണ്ടെങ്കിലും ഞാൻ എടുക്കൂല, ഞാൻ നടന്നിട്ടാ പോവാ. അപ്പൊ ആൾക്കാർ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വെച്ചിട്ട് നിങ്ങൾ നടന്നു പോകും. ഞാൻ ഇങ്ങനെ പോയാലും നമുക്ക് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു. ആരോടും ഞാൻ ചെറിയ കുട്ടി മുതൽ ഞാൻ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരോട് വരെ ഞാൻ എല്ലാവരോടും യോഗ്യ പറയും. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. എല്ലാ ആൾക്കാരോടും പറയും. ഇപ്പൊ ഓട്ടോറിക്ഷക്കാരൻ എന്റെ ഒന്നും പറയണ്ട, എന്റെ മക്കളെ കല്യാണത്തിന് ടൗണിലുള്ള ഓട്ടോക്കാരൻ കൂലിക്കാരൻ മുഴുവൻ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് നമ്മളോട് ഭയങ്കര വലിയ ബന്ധങ്ങളുണ്ട്. എൻ്റെ മക്കള് എന്താ ക്ലാസ്സിൽ പോകുമ്പോൾ, ടൗണിലേക്ക് നടന്നു പോകുമ്പോൾ കൂലിക്കാർ വന്ന് അവരോട് ചോദിക്കും, മോളെ എന്തെങ്കിലും ആവശ്യമുണ്ട് പറയണം കേട്ടാ. എനിക്ക് പൂർണ്ണ ധൈര്യമാണ് കുട്ടികളെ ടൗണിൽ വിടാൻ. കാരണം എല്ലാവരും ഈച്ച് ആൻഡ് എവരി ടാക്സിക്കാരും കൂലിക്കാരും ഒക്കെ നമ്മുടെ അത്ര ആത്മബന്ധമാണ്.
അതിപ്പോഴും അതെ. ശശിയേട്ടനാ ഷൂട്ടിന് ഇങ്ങനെ ഈ നെറ്റിയിലെ പൊട്ട് വാങ്ങിച്ചാലും അവിടെ ഒരു നിസ്കാരത്താകും പോലെ ഒരു കറുപ്പ് കാണും. ഇത് ചെറുപ്പം മുതലേ വെക്കുന്നതാ? അതെ, അതെന്റെ അമ്മമ്മ ഉം. നമ്മളന്ന് സ്കൂളിൽ പഠിക്കുമ്പോ കുളിപ്പിച്ച് ചന്ദനം തൊട്ടിട്ട് അങ്ങ് വിടുള്ളൂ സ്കൂളിൽ. ആ ഒരു ശീലാണ്. അത് ഇന്നും ആ. മായുന്നില്ല. മായുന്നില്ല. അതെപ്പോഴും അങ്ങനെ തന്നെ വേണം. ഇപ്പോ ആദ്യം കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്ന ഇപ്പൊ ഒന്ന് എക്സ്ട്രാ കാണുന്നുണ്ടല്ലോ. ഈ ചന്ദനം അല്ലാണ്ട് വേറൊരു അത് ഈ ചോപ്പ് സാധാരണ നാഷണൽ പെർമിറ്റ് ലോറിക്കെല്ലാം ഉണ്ടാവില്ല 2-3 വര. അങ്ങനെ അതിന്റെ ഒരു ഓർമ്മ കൊണ്ട് വെച്ചതാ. ഇപ്പൊ പ്രത്യേകത ഇത് എന്തുകൊണ്ടാ? മൂകാമ കുങ്കുമ. ആ ശരി. ചില ദിവസങ്ങളിൽ അങ്ങനെ അതും വേണോ? ആ, അത് വെക്കും. അത് വേറെ അറിയാം. നിങ്ങൾ നോക്കിക്കോ, ചന്ദനം തൊട്ടിട്ടുള്ള ആൾക്കാരെ കാണുമ്പോ അതൊരു ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ടാവും. ആർക്കുണ്ടാവും? കാണുന്ന ആൾക്ക് അയാളെ കാണുമ്പോ എന്തോ ഒരു ഒരു മാറ്റം ഉണ്ടാവും ചന്ദനം തൊട്ട് കഴിഞ്ഞാല്. നമുക്ക് ചന്ദനം തൊടണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ ഇത് ഈ നെറ്റിക്ക് ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് അതങ്ങ് മാഞ്ഞു പോകും. അതെങ്ങനെയും തട്ടി മാഞ്ഞു. നിങ്ങളിത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാവും, മുഖം കഴിയാലും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഏരിയ മാറ്റി വെച്ചുകൊണ്ടല്ലേ അതൊരു ശീലത്തിന്റെ ഭാഗമാണ്. നമുക്ക് അങ്ങനെ നിൽക്കൂല. അല്ല നിങ്ങൾക്ക് പോണ്ടേ? അല്ല നിങ്ങൾക്ക് പോണ്ടേന്ന് ചോദിക്കുക. കുറെ സമയമായില്ലേ വന്നിട്ട്? ചായയൊന്നുമില്ല. ചായന്റെ അല്ലേ, നമുക്ക് ഊണേണ്ട സമയമായില്ലേ? നമ്മളന്ന് രണ്ടാൾക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്റെ ഊണിക്കട്ടെ. അതിപ്പോ നമ്മൾ 3-4 എന്നാലും പിന്നെ എന്താ ഉപ്പുണ്ടാ നോക്കാനുണ്ടാവുക? അല്ല ഞാൻ തരണ്ടേ നിങ്ങൾക്ക്? അല്ല നിങ്ങളെ വീട്ടിലൊന്നും വെച്ചില്ലേ? എന്റെ വീട്ടിൽ ചോറായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കൂമ്പാള മീഡിയയിലും കണ്ണൂർ കഫേയിലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചുപേരിങ്ങനെ നിങ്ങളുടെ കൂടെ കുറെ നാളായിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധം ഇനിയും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൂമ്പാളയെയും കണ്ണൂർ കഫേയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക, കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.